കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭയും കുടുംബശ്രീയും ഇന്ത്യയിലെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മഞ്ചേരി ശാഖയുമായി സഹകരിച്ച് മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ചുള്ളക്കാട് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന മേള ചെയർപേഴ്സൺ VM സുബൈദ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരിയിലെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഇവിടെ തന്നെ മഞ്ചേരിയിൽ തന്നെ എന്തെങ്കിലും കമ്പനികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, മഞ്ചേരിയല്ല മഞ്ചേരിയോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളുമായി തൊഴിലുമായി ബന്ധപ്പെടുത്തി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മഞ്ചേരി നഗരസഭ ജിടെക്കും അതുപോലത്തെ വിവിധ കമ്പനിക്കാരും കൂടി കുടുംബശ്രീയും കൂടിയിട്ടാണ് നഗരസഭ ഇത് നമ്മൾ ഈ തൊഴിൽ മേള നടത്തുന്നത്. അതായത് നഗരസഭ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുമൊക്കെ വ്യവസായ മേഖലയിൽ ഫണ്ട് വെച്ചുകൊണ്ട് നമ്മൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി കുടിൽ വ്യവസായങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഇപ്പോഴും പഠിച്ച ഒരുപാട് കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലില്ലാതെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് അയൽക്കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴും അല്ലാതെയും അവരൊക്കെ നമ്മൾ സമീപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നഗരസഭ ഇതുപോലൊരു തൊഴിൽമേള നടത്താൻ ശ്രമിക്കുന്നത്. 1502 ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽമേളയ്ക്ക് എത്തിയത്. ഇതിൽ 110 പേർക്ക് ജോലി ലഭിച്ചു. 410 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി. കമ്പനികളിലുള്ള ഒഴിവനുസരിച്ച് ഇവരെ പരിഗണിക്കും. സംസ്ഥാനത്തെ പ്രമുഖ 53 കമ്പനികൾ മേളയിൽ പങ്കെടുത്തു. SSLC, +2, ബിരുദം, ബിരുദാനന്തര ബിരുദം തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് എത്തിയത്. മൾട്ടിമീഡിയ, IT, ബാങ്കിംഗ്, എഡ്യൂക്കേഷൻ, ഇൻഷുറൻസ്, അക്കൌണ്ടിംഗ്, ബില്ലിംഗ്, സെയിൽസ് ആൻഡ് മാനേജ്മെന്റ് സർവീസ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തത്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയും കുടുംബശ്രീയും ജിടെക്കും ചേർന്ന് നടക്കുന്ന ഈ മെഗാ ജോബ് ഫെയർ എന്താ പറയുക, മാതൃകാപരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ സന്തോഷമുണ്ട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക്. കാരണം നമ്മൾ ജില്ലാ മിഷൻ ഒറ്റയ്ക്ക് നമ്മൾ ജോബ് ഫെയറുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ സംയോജിച്ച് നടത്തുമ്പോൾ നമ്മൾ കൂട്ടായിട്ടുള്ള ആ ഒരുമിച്ച് നിന്നുള്ള ശക്തി എന്താണെന്നുള്ളത് ശരിക്കും കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ധാരാളം ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടും ധാരാളം കമ്പനികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഇത് കണ്ടിട്ട് തന്നെ വീണ്ടും ആൾക്കാർ ആവശ്യപ്പെടുന്നു തന്നെ ഈ ഒരു ജോബ് മേളയുടെ വിജയത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. കാരണം മഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയ്തിരിക്കുന്ന മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ ധാരാളം ആൾക്കാർക്ക്, നമുക്ക് ജോലിയില്ലാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് നമ്മൾ ജോലി കൊടുക്കുന്ന ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നൊരു കടമയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ കടമയിൽ കൂടി തിരിച്ച് കയറി വരേണ്ടത് നമ്മുടെ ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയും ജിടെക്കും കുടുംബശ്രീയും കൂടി നടത്തുന്ന ഈ തൊഴിൽമേള വളരെ വലിയൊരു വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. ഏകദേശം നമുക്ക് ഇപ്പോൾ ഇന്നലെ വരെ തന്നെ നമുക്ക് ഏകദേശം 1500ഓളം ഓൺലൈൻ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ സ്പോട്ടിൽ ഏകദേശം 500ഓളം ആളുകൾ ഇപ്പോൾ പുറത്ത് സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയൊരു വിജയമാക്കി മാറ്റുന്നതിലുള്ള ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മളെ മുനിസിപ്പാലിറ്റിയും കുടുംബശ്രീയാണ്. അതോടൊപ്പം നമ്മൾ ജിടെക്കും കൂടെ ചേർന്നുകൊണ്ട് ഇത് വളരെ വലിയൊരു വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ യാഷിക് മേച്ചേരി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ NMLC C സക്കീന, കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ്, അഷ്റഫ് കാക്കേങ്ങൽ, ഹുസൈൻ മേച്ചേരി, ഫാത്തിമ സുഹ്റ, മുജീബ് റഹ്മാൻ പരേറ്റ, ചിറക്കൽ രാജൻ, VC മോഹനൻ, മുനിസിപ്പൽ സെക്രട്ടറി PA പ്രദീപ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ P സതീഷ് കുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ, ജില്ലാ പ്രോഗ്രാം മാനേജർ നൌഫൽ, CDS ചെയർപേഴ്സൺമാരായ TK ഷാഹിന, P ഷറഫുന്നീസ, മഞ്ചേരി ജിടെക് ഡയറക്ടർ KK ആരിഫ് റിയാസ്, ഏരിയ സപ്പോർട്ട് ഓഫീസർ E അനൂജ്, ഏരിയ മാനേജർ K ഷഫീഖ്, ഏരിയ കോർഡിനേറ്റർ KK ഷിബു, പ്ലേസ്മെന്റ് കോർഡിനേറ്റർ T മുഹമ്മദ് നസീഫ്, റീജിയണൽ മാനേജർ അരുൺ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.